ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇത് രാജുവേട്ടൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 2-3 വീട് ഇപ്പുറമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ദേശവിളക്ക് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇതൊരു വഴി 2 വഴിയുണ്ട് കേട്ടോ. ഒന്ന് തിയേറ്റർ റോഡ്, തൊട്ടപ്പുറത്ത് ഈഞ്ചലോടി റോഡ് എന്ന് പറയും. അപ്പോൾ അതിലൂടെ 2 വഴിയൂടെ പോയാലും രാജുവേട്ടൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് തുല്യ വഴി തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊരു റോഡ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു ഇത്ര നേരം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ വിളക്ക് നടക്കുന്ന ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടോ. അതും തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമുക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്നിടത്തുനിന്നും രാജുവേട്ടൻ്റെ വീട്ടിൽ നിന്നും കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിനധികം ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ദേശവിളക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും മാറി നിൽക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെന്താ, ഇപ്പോൾ നമ്മൾ ഇവിടെ ശിവൻ്റെ അമ്പലമുണ്ട്, കരുമരക്കാട് ശിവക്ഷേത്രം, അവിടെ നിന്നാണ് കേട്ടോ നമുക്ക് എഴുന്നള്ളിപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താലൊക്കെ എത്താറായി, പഞ്ചവാദ്യമൊക്കെ വന്നു തുടങ്ങുന്ന ആ ഒരു നേരം കണക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ വരണത്, ഇവിടെ വന്ന് നിന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പുറത്തൊരു വീടുണ്ട്, ആ വീടിൻ്റെ ടെറസിന് മേലെയാണ് നമ്മളങ്ങനെ കയറി നിൽക്കാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്ന് നോക്കിയപ്പോഴേക്കും അവിടെയൊക്കെ അത്യാവശ്യത്തിന് മേലെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു. ഊണിനാണെങ്കിലും നല്ല വരി നിന്നിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്ന് നമ്മളിങ്ങനെ കുറച്ച് സ്ഥലം കിട്ടിയപ്പോൾ നമ്മളവിടെ വന്ന് നിന്നതാണ്. താലൊക്കെ വന്നു. അപ്പോൾ ഞാനിവിടെ വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെൺകുട്ടികളൊക്കെ പട്ടുപാവാടയൊക്കെ ഇട്ട് അമ്മമാരൊക്കെ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് വരുന്ന കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം താലം കാര്യങ്ങളെല്ലാം ഉണ്ട്, 2 സൈഡിലൂടെയും താലം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ അതൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അയ്യപ്പൻ വിളക്ക് നടത്തുന്ന ആ ഒരു പാട്ട് പാടുന്ന ആ ഒരു സംഘം ഉണ്ടല്ലോ, എന്താ ഉടുക്ക് പാട്ടോ, ആ പാട്ട് പാടുന്ന അവരും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. നല്ല രസമായിട്ട് അവരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ വെളിച്ചപ്പാടുമാരാണ് കേട്ടോ ഉള്ളത്. ഞാനിതിൻ്റെ വോയിസൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ, പാട്ടൊക്കെ. പിന്നെ നമ്മുടെയൊക്കെ ശബ്ദങ്ങളൊക്കെ അതിൽ കയറി വരും കേട്ടോ. എന്നാലും സാരില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഈ വോയിസൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. പിന്നെ ചുറ്റും ഞാൻ ഓടിച്ച് കാണിച്ചു തരാണ്. എല്ലാവരും വന്ന് നിന്നപ്പോൾ തന്നെ നല്ല ചന്തമുണ്ട് കേട്ടോ. അതായത് വിളക്ക് താലത്തിൻ്റെ, അതുപോലെ തന്നെ പാട്ട് പാടുന്ന ഒരു മൊത്തം ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഓരോ വീടിൻ്റെ മേലെ, ടെറസിൻ്റെ മേലെ ഇതാണ് കേട്ടോ സുഭാഷേട്ടൻ എന്ന് പറയുന്ന ആൾ. തൊട്ടപ്പുറത്ത് രാജുവേട്ടനുണ്ട്, അതിൻ്റെ ബാക്കിൽ ഷമീർക്ക, അങ്ങനെ പ്രകാശേട്ടൻ, രാജുവേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ തൊട്ട് ബാക്കിൽ അവരെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇവരുടേതായിട്ടുള്ള കമ്മിറ്റിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ പോണത്. പിന്നെന്താ, അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ. പിന്നെന്താ, അപ്പോൾ അത്യാവശ്യത്തിന് മേലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് പോകണം കേട്ടോ. കുറേ ആൾക്കാരേനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും പരസ്പരം അധികം ആൾക്കാരേനൊന്നും അങ്ങനെ അറിയാറില്ല. ആ ചേച്ചി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ എന്താ പറയുക സെക്യൂരിറ്റി ആയതുകൊണ്ട് ആ ചേച്ചീനെ പിന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. അവരതിൻ്റെ താളത്തിനനുസരിച്ച് ഭയങ്കര ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, ഭക്ഷണം സൂപ്പറായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഭക്ഷണം അടിപൊളി ഭക്ഷണമായിരുന്നു. പിന്നെ എന്തൊക്കെയായിരുന്നു ഭക്ഷണത്തിനുണ്ടായിരുന്നു അറിയോ? സാമ്പാറുണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു, പിന്നെന്താ പപ്പടം ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, നല്ല അടിപൊളി അച്ചാറൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു. നമ്മുടെ അയ്യപ്പൻ വിളക്ക് ഭക്ഷണം കഴിച്ചു വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാൻ രാജുവേട്ടൻ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങോട്ട് കടന്നു നിന്നിട്ട് വീഡിയോ എടുക്കുക നിങ്ങളുടെ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പക്ഷേ ഈ വിളക്കിനിടയിൽ കൂടെ ഞങ്ങൾ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ നിന്നില്ല. പിന്നെ നമ്മൾ അവരുടെ ശ്രദ്ധാകേന്ദ്രമാവില്ല, അതുകൊണ്ട് നിന്നില്ല കേട്ടോ. ഞാനിവിടുത്തെ പാട്ട് കേൾക്കുമോ എന്നുള്ളതൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വോയിസിൽ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ.
അപ്പോൾ കുറച്ച് പാട്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ അവിടെ ഒപ്പം ഈ കോമരം തുള്ളുന്നവരൊക്കെ നല്ല സ്പീഡൊക്കെ ആക്കി നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെന്താ അതൊക്കെ കുറേ നേരം കണ്ടു നിന്ന്, കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് എല്ലാവരും ഇങ്ങനെയൊക്കെ നിന്ന്, പിന്നെന്താ അരിയും പൂവൊക്കെ ഇട്ട് അവർ നമ്മളെ എന്താ പറയുക അനുഗ്രഹിക്കണ പോലെ നമുക്ക് നേരെ വന്നു, വാളൊക്കെ വെച്ചിട്ട് അങ്ങനെ വന്നു. പിന്നെന്താ അപ്പം നല്ല ഒരു സന്തോഷമൊക്കെ ആയി കേട്ടോ. പിന്നെ ദേ ഇവിടെ ഈ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ പിടിച്ച് നിൽക്കുന്ന അവരങ്ങനെ കുറേ നേരമായിട്ടോ അങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് തന്നെ ഞാൻ ഇവർ എഴുന്നള്ളിപ്പിന് പോണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സ്വാമിമാരും ഉടുക്കിട്ട് പിള്ളേരൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് പോണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ലൈവ് ചെയ്തിട്ട് കഴിഞ്ഞ ആ ഒരു സമയത്താണ് ഇവർ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ എന്താ പറയുക കുറേ നേരം കേട്ടോ, കുറേ നേരം ഉണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചവാദ്യം ഉണ്ട് കേട്ടോ. പഞ്ചവാദ്യം ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അതൊക്കെ യൂട്യൂബിൽ ഇടാൻ പാടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. ഫുഡ് കഴിക്കണോടത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ, പക്ഷെ അത് നടന്നില്ല. പിന്നെ ഇതേ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ കൊട്ടി ഇതായിട്ട് വരണ ഒരു സമയമാണ് കേട്ടോ. നല്ല രസമായിരുന്നു സംഭവമൊക്കെ. അപ്പോൾ കുറേ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ?
പിന്നെ നമ്മുടെ കോമരം തുള്ളണ അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് തലെടുത്ത് ചേച്ചിമാർ കുറേ ഉണ്ട് കേട്ടോ. അവർ 6 മണിക്ക് വിട്ടിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട് സമയം. ആ ഒരു സമയം വരെയും ചേച്ചിമാർ ഇവിടെ നിന്നു. ഇപ്പോൾ ഇതേ നമുക്ക് ആ പാട്ടൊക്കെ ഏകദേശം കഴിയാറായി. ഇനി ഇതേ ഇവർ എന്താ പറയുക, ഇതൊക്കെ കഴിഞ്ഞ് താലം ചെരിയണ ആ ഒരു സംഭവമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വെളിച്ചപ്പാടുമാരൊക്കെ എന്തൊക്കെയോ അങ്ങനെ, ഇതൊക്കെ എനിക്കറിയില്ല കേട്ടോ പറയാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് പഞ്ചവാദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് തീരാറായിട്ടുണ്ട്. ഈ അയ്യപ്പൻ പാട്ട് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുലർച്ചയ്ക്ക് ഉണ്ടാവും തോന്നുന്നുണ്ട്, നമുക്കറിയില്ല. നമ്മൾ പിന്നീട് ഉള്ളതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. നേരം പുലരുന്നവർക്ക് പിന്നെ ഇവിടുത്തെ പരിപാടികളൊന്നും നമ്മൾ മുഴുവനായിട്ട് അങ്ങനെ കാണാനായിട്ട് നിന്നിട്ടില്ല. കാണാനായിട്ട് വരണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതൊന്നും നടക്കാറില്ല കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, പക്ഷെ അതൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേയൊന്നും എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചപ്പാട് ഇതേ അരിയും പൂവൊക്കെ എറിഞ്ഞ് എല്ലാവർക്കും അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അനുഗ്രഹമൊക്കെ കിട്ടി. ഇതേ ചേച്ചിമാരെല്ലാവരും താലം ചെരിയാനായിട്ട് പോകുന്നുണ്ട്. കോമരങ്ങളൊക്കെ ഇനി അവിടെ ഉള്ളിൽ ചെന്നിട്ട് അവർ എന്താ പ്രാർത്ഥിച്ച് അതൊക്കെ അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ചിട്ടയിലൊക്കെ അങ്ങനെ ചെയ്യാനായിട്ട് അവരെല്ലാവരും വിളക്ക് പന്തലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ അമ്പലമൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ, അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം തോഴാനൊന്നും പോയില്ല, ഭക്ഷണം കഴിച്ചിട്ടല്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. അതുകൊണ്ട് തോഴാനൊന്നും പോയില്ല കേട്ടോ. ഇപ്പോൾ ദേ ഒരു ഏകദേശം ഇത് അവിടെ അയ്യപ്പൻ വിളക്കിൻ്റെ ആൾക്കാർ ഇത് ഇപ്പോഴും അവിടെ കോമരൊക്കെ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദേ ഇനി അവരെല്ലാവരും കൂടി അവിടെ ഇത് താലം ചെരിഞ്ഞ് അവസാനിപ്പിച്ച് ചേച്ചിമാരും ആ കുട്ടികളൊക്കെ താലം പിടിച്ചവരൊക്കെ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും കേട്ടോ. തിരിച്ചിങ്ങനെ വരും. താലെടുത്ത ചേച്ചിമാരൊക്കെ ഇത് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ ആൾക്കാരായി. ഇനി ഇതേ പഞ്ചവാദ്യമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഞ്ചവാദ്യത്തിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം കേട്ടോ നമുക്ക്. ഏകദേശം പഞ്ചവാദ്യമൊക്കെ കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ പഞ്ചവാദ്യത്തിൽ. അപ്പം ഞാൻ ആ കുട്ടിയോട് കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞു. പിന്നെ അതേ രാജുവേട്ടൻ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ. പഞ്ചവാദ്യം ഏകദേശം കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇവർ ഭക്ഷണം കഴിക്കാൻ സുഭാഷ് ചേട്ടനും സുമേഷ് ചേട്ടനും പ്രകാശ് ചേട്ടനൊക്കെ കൂടിയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കുക. രാജുവേട്ടൻ്റെ വീടിൻ്റെ ഏകദേശം 2 വീട് 3 വീട് അപ്പുറത്താണ് കേട്ടോ ഭക്ഷണം കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന സംഭവം അടുത്ത വീട്ടിലെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ ശബ്ദമൊന്നും ഞാൻ കേൾപ്പിച്ചു തരുന്നില്ല, കാരണം ഇവരുടെ എല്ലാവരും ശബ്ദം കാരണം തന്നെ ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ഈ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ടവർ. ഇത് അപ്പുറത്തെ വീട്ടിലെ ടെറസിൻ്റെ മുകളിലാണ് ഇവർ ഗംഭീര കരിമരുന്ന് പ്രയോഗം നടത്തുന്നത് കേട്ടോ. അപ്പോൾ എന്താ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാൻ ആ ഒരു വോയിസ് ഓവർ കൊടുക്കാതെ നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കാനോ അതല്ല അതിൻ്റെ ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ നിന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ദേശവിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. വീഡിയോ നന്നായെങ്കിൽ മാത്രം നിങ്ങൾ അഭിപ്രായം പറയാം. നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.